AI ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ്സ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ക്ലൗഡ്, ചാറ്റ് GPT, ജെമിനൈ. ഇത്തരം AI പുറകിലുള്ള കമ്പനികൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ. അത്തരം കമ്പനികൾ സ്റ്റോക്ക് മാർക്കറ്റ്സിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഓപ്പൺ AI, ആന്ത്രോപിക്, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, മെറ്റ, ആമസോൺ. US എൻവിഡിയ, AMD. തായ്വാനിലെ TSMC, സൗത്ത് കൊറിയയിലെ SK ഹൈനിക്സ് ആൻഡ് സാംസങ് തുടങ്ങിയ പ്രമുഖ കമ്പനികളാണ് AI വാല്യൂ ചെയിനിനുള്ളിലുള്ളത്. ഈ പറഞ്ഞ കമ്പനികളുടെ ലാസ്റ്റ് 2 ഇയേഴ്സിലെ സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്ക് പ്രൈസ് മൂവ്മെൻറ്റ് ഞാനൊന്ന് പറയട്ടെ. SK ഹൈനിക്സ് 1100%, സാംസങ് 541%, TSMC 304%, ബ്രോഡ്കോം 322%, AMD 399%, എൻവിഡിയ 256%, ഗൂഗിൾ 180%. ഇതിനെയാണ് ഗ്ലോബൽ AI ട്രേഡ് എന്ന് പറയുന്നത്. ഗ്ലോബൽ ഫണ്ട് മാനേജേഴ്സും ഇൻവെസ്റ്റേഴ്സും ഗ്ലോബലി AI കമ്പനികളിൽ വലിയ സ്കെയിലിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ്സിന് അവർക്ക് ഫണ്ട് വേണം. അതിനുവേണ്ടി അവർ ഇന്ത്യ പോലുള്ള എമർജിംഗ് മാർക്കറ്റ്സിൽ ലാസ്റ്റ് 2 ഇയേഴ്സായിട്ട് പ്യുവർ സെൽ ഓഫിലാണ്. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ AI ട്രേഡ് കൂൾ ഓഫ് ചെയ്യുകയും ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ സാച്ചുറേഷൻ വരികയും ചെയ്യുന്ന സമയത്ത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യ പോലുള്ള എമർജിംഗ് മാർക്കറ്റ്സ് സെൽ ചെയ്യുന്നത് നിർത്തും. കഴിഞ്ഞ 2 വർഷം നിഫ്റ്റി ഫ്ലാറ്റ് ആണെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ. അതിൻ്റെ പ്രധാന കാരണം തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് ആണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സെല്ല് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഗ്ലോബൽ AI ട്രേഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. AI ട്രേഡ് കൂൾ ഓഫ് ചെയ്യുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റ്സിലേക്ക് വരികയും ഇന്ത്യൻ മാർക്കറ്റ്സ് വീണ്ടും റാലി ചെയ്യുകയും ചെയ്യുന്നതാണ്. And for better returns, stay invested.